48 വർഷം മുമ്പ് പത്തേമാരിയിൽ സൗദിയിലെത്തിയതാണ് മലപ്പുറം പനങ്ങാങ്കര സ്വദേശി കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞുട്ടി. ഹജ്ജ് വിസയിലെത്തി പിന്നീട് പ്രവാസിയായി മാറിയ കുഞ്ഞുട്ടിക്ക് ഇപ്പോൾ 7 വർഷമായി നാട്ടിൽ പോയിട്ട്. പ്രായം 65 പിന്നിട്ട അദ്ദേഹത്തോട് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ നിർവികാരമായ മൗനം മാത്രമാണ് മറുപടി. ഏറെ ആഗ്രഹിച്ചും ആശിച്ചും തിരഞ്ഞെടുക്കുന്ന പ്രവാസത്തിൽ തിരിച്ചുപോക്കാണ് പലർക്കും പ്രതിസന്ധികൾ സൃഷ്ടിക്കാറ്. മരീചിക പോലെയാണ് പലരുടെയും തിരിച്ചുപോക്ക് സ്വപ്നങ്ങൾ ഒടുവിൽ സംഭവിക്കുന്നത്. 48 വർഷം മുമ്പ് പത്തേമാരിയിൽ പ്രവാസം തേടിയെത്തിയ കുഞ്ഞു മുഹമ്മദ് കാക്കയുടെ ജീവിത വഴികളാണ് നാം പറയുന്നത്. അണിയുന്നത് പോലെ എളുപ്പം അഴിച്ചുവെക്കാൻ കഴിയുന്ന വേഷമല്ല പ്രവാസമെന്ന സത്യത്തിന് അടിവരയിടുന്നതാണ് കുഞ്ഞുട്ടിക്കയുടെ പുറവാസം. സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ ജീവിതം. എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും അതിന് എങ്ങനെ വിരാമമിടുമെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അന്ന് ബോംബെന്ന് നൂർജഹാൻ പറഞ്ഞൊരു കപ്പലിന് 9-10 ദിവസം ബോംബെന്ന് അവിടെ ജിദ്ദിയിലെത്തി. അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് മക്കത്തും അവിടെയും ഇവിടെയൊക്കെ പോയി. പിന്നെ തിരിച്ച് ജിദ്ദിയിൽ തന്നെ വരും. 1200 റിയാൽ കൊടുത്തൊരു വിസ മേടിച്ചു വരും. ഇവിടുത്തെ ഒരു വലിയൊരു അമീറും കുടുംബത്തിൽ നിന്ന് ആൾക്കാർക്കൊക്കെ വിസ കച്ചവടമുള്ള അതിൽ. പിൽക്കാലത്ത് ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമായി ഉന്നതങ്ങൾ കീഴടക്കിയ പലരും ഒരു കാലത്ത് ഇദ്ദേഹത്തിന്റെ സഹയാത്രികരായിരുന്നു. വലിയ പ്രഗത്ഭന്മാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് രാഷ്ട്രീയത്തിലുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അല്ലാത്തവരും ഇന്നത്തെ വലിയ മുതലാളിമാരും ഒക്കെ കുറേ ആൾക്കാരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ കലക്ടറേറ്റിലൊക്കെ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന ഒരു മുഹമ്മദ് കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറെ പേരിലെന്ന് പറഞ്ഞിരുന്നത് വലിയ ലെവലിലുള്ള ആൾക്കാർ. അതൊന്നും പറയാതിരിക്കുക നല്ലത്. എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുത്ത വഴി കൂടി പോയി ഒരു വലിയ ആൾക്കാരായി. നമ്മൾ പഴയ അതിലും അങ്ങനെ നിന്നു. 11 കുടുംബത്തിലെ 4-മൻ. പെർഫ്യൂം കച്ചവടമാണ് ജോലിയെങ്കിലും ജീവിതാനുഭവങ്ങൾക്ക് സുഗന്ധം കുറവാണ്. വീട്ടിൽ ഞങ്ങൾ പിന്നെ 11 മക്കളുണ്ട്. 5 പെണ്ണും 6 ആണും. അതിലിപ്പോൾ 2 ആണുകൾ എൻ്റെ മേപ്പെട്ടുള്ള 2 ആൾ മരിച്ചുപോയി. അമ്മയും മരിച്ചു. വാപ്പുണ്ടായിരുന്നില്ല. കുറേ കൃഷി അതും ഇതൊക്കെ സ്വത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠപ്പോൾ മരിച്ച ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അനുജന്മാർ ഒക്കെ ഇവിടെ വന്നത് തന്നെയാണ്. 4 മക്കളെയും പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കി. മകളുടെ വിവാഹം കൂടി കഴിയാനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. അവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. BRK എഞ്ചിനീയറാണ്, ആർക്കിടെക്ട് എഞ്ചിനീയറാണ്, നാട്ടിലാണ്. 3-മത്തോ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായത്. ഓന് ഇപ്പോൾ UK-യിലാണ്. ഓനും എൻ്റെ ഭാര്യ UK-യിലാണ്. ഒക്കെ ഇവിടെ ഇടയ്ക്ക് വന്നിക്കണ്. എല്ലാവരും ഇവിടെ വന്നിക്കണ്. പരപ്രാവശ്യം ഇവിടെ വന്നിക്കണ് മക്കളൊക്കെ. ഒഴിവ് വേള വായനക്കും പഠനത്തിനുമായി മാറ്റിവെക്കും. ആദ്യം പേപ്പറുകൾ നമ്മൾ വായിക്കും. അങ്ങനെ വായിച്ച് പിന്നെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അതും വായിച്ചും കൊണ്ടിരുന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പേപ്പറുകൾ ഇപ്പോൾ പേപ്പറൊന്നും നിന്നല്ല ഇവിടെ ഇല്ലല്ലോ. ഇപ്പോൾ പിന്നെ ഒന്നും കിട്ടലില്ല, പുസ്തകങ്ങളും കിട്ടലില്ല. അങ്ങനെ വായിക്കും. അത് നാട്ടിൽ നിന്ന് തന്നെ ശീലിച്ചാണ്. പുതുതലമുറയിലെ ബിസിനസ്സുകാർക്ക് വഴികാട്ടിയായും കാരണവരായും കൂടെയുണ്ട്. വിപണിയുടെ സ്പന്ദനങ്ങളറിഞ്ഞ് ബിസിനസ് ചെയ്യാൻ പഠിക്കണമെന്നതാണ് കുഞ്ഞുട്ടിക്കയുടെ തിയറി. ഇന്ന് നമ്മളെടുത്ത് ഇവിടെ വന്നിട്ട് ഷോപ്പിൽ വന്നിരുന്നിട്ട് നമ്മൾ പഴയ കാലത്തും പുതിയ കാലത്തും കഥകളും വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ആൾ നല്ലൊരു വായനാശീലമുള്ള ആളാണ്. പുസ്തകങ്ങൾ കുറേ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വായിക്കും. അയാളുടെ അടുത്ത് ഞാൻ വാങ്ങിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും ഞാൻ ഇപ്പോൾ വരുന്ന മിനിഞ്ഞാന്ന് തിരിച്ചെത്തിയുള്ളൂ. ഞാനിപ്പോൾ 2-3 പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കത് അതിൻ്റെ പറയും. പുള്ളി അത് വായിച്ചിട്ട് തിരിച്ചു വരും. കുഞ്ഞഹമ്മദ് ഖാൻ്റെ ജീവിതം ഒരു 40-50 വർഷത്തിനിടയിൽ പ്രവാസിയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ പ്രവാസത്തോടുള്ള കാഴ്ചപ്പാടുകളും നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ കൂട്ടിക്കിഴിച്ചുകൊണ്ടുള്ള ഒരു അനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ ഒരു ദിവസം 2-3 പ്രാവശ്യം അങ്ങനെ ഇവിടെ വരും. നമ്മളത് ഇവയെ കണ്ടിട്ടില്ലെങ്കിൽ ഷോപ്പ് അടച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക എവിടെയാണ് പോയത് എന്താണെന്നുള്ള. അങ്ങനത്തെ പല ഇതുമായിട്ടുള്ളൊരു സൗഹൃദമുള്ള ആളാണ്. നമ്മളെന്ത് സംശയം ഉണ്ടെങ്കിലും ബിസിനസ്സിനെ പറ്റിയിട്ടും മാർക്കറ്റിനെ പറ്റിയിട്ടും ഒക്കെ മൂപ്പര് ഒരുപാട് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. ആദ്യ 7 വർഷം വ്യത്യസ്ത മേഖലകൾ പരീക്ഷിച്ചെങ്കിലും വിജയിച്ചില്ല. ഇപ്പോൾ 41 വർഷമായി ഒരേ കമ്പനിയിലാണ് ജോലി. വാഹനം നിറയെ പെർഫ്യൂമുമായി രാവിലെ ഇറങ്ങും. വിതരണവും വിൽപ്പനയും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നേരം ഇരുട്ടും. കൂടെയുണ്ടായിരുന്നവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റു പലരുമാകട്ടെ വാർദ്ധക്യത്തിന്റെ അവശതയിലും. വിസ വരിച്ച് പാസ്പോർട്ടൊക്കെ എടുത്തിട്ടൊക്കെ പോന്നിരിക്കുന്നത്. ആ ഒപ്പം പോകുന്നവർ കുറേ ആൾ മരിച്ചുപോയി. കുറേ ആൾക്കാർ ഇപ്പോൾ വയസ്സന്മാരായിട്ട് വടിയും കുത്തി നടക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഈ കാര്യം വടിയും കുത്തി നടക്കാത്തതും വലിയൊരു അസുഖമില്ലാതെ നടക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു ക്രിസ്ത്യൻ സ്റ്റേ ആയിട്ടൊക്കെ നടക്കും. പിന്നെ ഞാൻ രാവിലെ നീച്ചും കുറച്ച് നടക്കും. കുറേ കാലങ്ങളായിട്ട്
അങ്ങനെയൊക്കെയുള്ള പോക്ക്. 2 തവണ വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടതായിരുന്നു കുഞ്ഞൂട്ടിക്കയും. ഉണ്ടായിരുന്ന ഡ്രൈവർ ഓൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ നല്ല സ്പീഡിൽ വേറെ വണ്ടിയൊന്നും വരാത്ത റോഡുമാണ്, പുതിയ റോഡാണ്. എത്തിയേക്കിനെ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഓൻ പറഞ്ഞു രക്ഷപ്പെടൂല എന്ന് പറച്ചിലും അടിച്ചലും 2 അടിച്ചു. ഈ ഒട്ടകം ഒരു മല വന്ന് വീണ മാതിരിയല്ലേ, വണ്ടിയും കൂടി ചാടി കയറി കുത്തി മറിഞ്ഞ് പിന്നെയും മറിഞ്ഞ് അങ്ങനെ മരുഭൂമിക്ക് പോയി. അവിടെ 2-3 വണ്ടിക്കാരൊക്കെ വന്നിരിക്കുന്നു. ഒരു വണ്ടിക്കാർ വന്ന് കുവൈറ്റികളാണ്, കുവൈറ്റിക്കുള്ള ഷോട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസുകാർ ഹോസ്പിറ്റലിൽ വിളിച്ചു. ഞാനാണ് ഫസ്റ്റ് പോയത്. പ്രവാസം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇതാണ് മറുപടി. തിരിച്ചു പോകണം തന്നെയാണ്. തിരിച്ചു പോകണം. ഇനി ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ട് ഇവിടെ നിന്നും നമ്മളിപ്പോൾ ഇത്രയും കാലമായിട്ടൊന്നും നമുക്കൊരു പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാവും എന്ന് കരുതിയിട്ട് നിൽക്കുന്നത് എന്നല്ലാതെ ആരൊന്നും തരൂല്ല. നമുക്ക് ആ കിട്ടണതായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകാമെന്നല്ലാതെ അതിനിപ്പോൾ ശേഷിച്ച് എത്ര കാലം കഴിയാണ്ടാവും അതൊന്നും ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യണില്ല. പത്രാസിൻ്റെയും പകിട്ടിൻ്റെയും അടയാളം മാത്രമല്ല പ്രവാസം, മറിച്ച് ഉള്ളുലക്കുന്ന നോവുകളുടെയും പ്രയാസങ്ങളുടെയും ഇടം കൂടിയാണ് പ്രവാസമെന്ന് തെളിയിക്കുന്നതാണ് കുഞ്ഞു മുഹമ്മദ് കയുടെ ജീവിതം. ക്യാമറ പേഴ്സൺ ബിജു പൂതക്കുളത്തിനൊപ്പം നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.